ഹലോ ഗൈസ്, ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് കണ്ടങ്ങളെ പോലീസുകാരെ അങ്ങനെ ഓടിച്ചിട്ട് കുത്തി ഇതാക്കണങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോട് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറിൽ നേപ്പാളിൽ എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്ന് പറയുന്നത് എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രമല്ലേ അവിടെ കേരളത്തിൽ നിന്ന് അപ്പളാ വള്ളി വന്നേ. ഇതിപ്പോ നമ്മൾ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ. കുറെ ആൾക്കാരുണ്ടാവും ഇന്ത്യ പേടിക്കണേ. എനിക്ക് നല്ല പൂതിയുണ്ട് ഡൽഹിക്ക് പോകാൻ. പക്ഷെ ഞാൻ പോകത്തുന്നറിയാം. ഒരു ആഴ്ച മുമ്പ് ഞാൻ നാട്ടിൽ വരെ ടർഫ് കളിച്ചിട്ട് കുന്തിത്തി വീണ് അവിടെ എല്ലാം കുത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്ക് മറ്റേ മാത്രമല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രം നിങ്ങൾ ആലോചിക്കാൻ ഞാൻ അഥവാ പ്രൊട്ടസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലേ അഥവാ ഞാൻ സേഫ് ആയിട്ട് നിൽക്കലുള്ളൂ. അഥവാ ആരെങ്കിലും എന്താ അവിടെ നോക്കിക്കിടുന്ന കുണ്ടി കടിച്ചാലോ പിന്നെ നീച്ചെടുക്കാൻ കയ്യിലെ പറ്റും. അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ നമ്മളെപ്പോഴും അവിടെ തിനി എടാ കയ്യിലൊക്കെ പോട്ടാ. എടാ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കഴിഞ്ഞല്ല നേപ്പാൾ, അതിന് മുമ്പത്തല്ല ശ്രീലങ്ക, അതിന് മുമ്പത്തല്ല ബംഗ്ലാദേശ്, ഇതുപോലെ എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ. അവ പഞ്ചാബികളൊക്കെ അത് ഇറങ്ങിന്. ഇനിയിപ്പോ ബീഹാരികളും കൂടി വന്നാൽ കണക്കായി. ബീഹാരികൾ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ മറ്റേ കൊല്ലക്കാരമായി അടിച്ചിട്ട് ഓരോരുത്തർ പോലീസുകാരുണ്ടോ ഇങ്ങനെ ജിമ്മിന്റെ വരെ ഇങ്ങനെ കേൾക്കണ്ടോ പോലീസുകാരെ പിടിച്ചാണ്ട്. ഓ എന്തൊരു ഫസ്റ്റ് ദിവസമൊക്കെ കുട്ടിയൊക്കെ ഇടുന്നിട്ട് ആകെ ചോര കൊളിച്ചിട്ട് ഭയങ്കര സങ്കടം. പിന്നെ അങ്ങോട്ട് ആൾക്കാർ തിരിച്ചെല്ലാം തുടങ്ങിയില്ലേ. ആ പഞ്ചാബിലടുത്തൊക്കെ നല്ല ഡബിൾ വാറിൽ സാധനം ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണ് കുറെ ആലോചിച്ചത്, അതാണ് നമ്മൾ സ്വപ്നത്തിൽ വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെ ഉറക്കത്ത് കാണണേ, ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസ് വൽത്താഫും കൂടി ഞങ്ങൾ 3 ഒരു PMK ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ ഈ ജൻസികൾ പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ പ്രശ്നം ഉണ്ടാ. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികളെ മക്കളൊക്കെ ആലോചിക്കും. ഇവർക്ക് എന്താ ആലോചിക്കാനേ. അങ്ങോട്ട് അടിച്ചുപെടും. കഴിഞ്ഞ നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ പാർലമെന്റിന് മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കാൻ അവിടെ കണ്ട് മൂത്രയിക്കണേ, ഓരോരുത്തർ കിസ് അടിക്കണേ. അങ്ങനത്തെ പല സീന് വരാണ്ടാ. പോയി പങ്കെടുക്കടാ. ഞാൻ ഒരാഴ്ച കൂടി കേട്ടെ ഇതൊന്ന് മാറട്ടാ. അത് നല്ലപോലെ ഇരിക്കാൻ തന്നെ കഴിയില്ല. അടിയിൽ സ്പോഞ്ച് വെച്ചാണ്ടിരിക്കണം. അറിയോ എല്ലിന് പ്രശ്നമാടാ. കളിക്കാൻ പോലും ഒരു കളിച്ചിട്ട് എത്ര കാലായി അറിയോ. എന്തായാലും സാധനം തീരാഞ്ഞാൽ മതിയേനെ. അങ്ങനല്ല സംഭവം സക്സസ് ആവടാ. കണ്ടിട്ടാ തോന്നണേ. നിങ്ങളിപ്പോൾ ഈ കണ്ട വ്യക്തിയാണ് മുഹമ്മദ് അനസ്. ആളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും മറ്റു പ്ലാറ്റ്ഫോമുകളിലും നിറയെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ള വ്യക്തിയാണ്. ഇവന്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നേപ്പാളിൽ നടന്ന കലാപത്തിൽ ഇവൻ പങ്കെടുക്കുകയും അന്ന് അവിടെ വെച്ച് സൈന്യത്തിനെയും പോലീസിനെയും ആക്രമിക്കാൻ ഇവൻ കൂട്ടുനിൽക്കുകയും ചെയ്തിരുന്നു എന്ന്. ആള് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കലാപം ഉണ്ടല്ലോ, ജൻസി കലാപം, കോക്രോച്ച് പാർട്ടി നടക്കുന്ന ആ കലാപത്തിൽ ഇവന് പങ്കെടുക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിനെയും പോലീസിനെയും എല്ലാം ആക്രമിക്കുകയും രാജ്യത്തിന്റെ സർക്കാരിനെ താഴെ ഇറക്കാൻ ഇവനും പങ്കെടുക്കാൻ പോകണമെന്നാണ് ഇവൻ പറയുന്നത്. ഇനി ഇവനെപ്പോലെയുള്ളവരെ ദയവ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിടണമെന്നാണ് ഞാൻ കേരളത്തിലെ പോലീസിനോട് പറയുന്നത്. ഇവനെതിരെ പറ്റാവുന്നവരെല്ലാം കേസ് കൊടുക്കണം. ഇവനെ പോലെയുള്ളവന്മാരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. അതുപോലെ തന്നെ ഇനി ഇവന് മാനസിക രോഗമാണ്, ഇവന്റെ ഫോൺ എടുത്ത് ഏതെങ്കിലും സംഖ്യ ചെയ്തതാണെന്നൊന്നും ആരും പറഞ്ഞിട്ട് വരണ്ട ഇങ്ങോട്ട്. ഇവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവന്റെ വീഡിയോയിൽ. സോ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എത്തിക്കേണ്ട അധികാരികളുടെ അടുത്ത് ഈ വീഡിയോ എത്തിക്കുക. ഇവനെ പോലെയുള്ളവനെയൊക്കെ കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യിപ്പിക്കുക. താങ്ക് യു സോ മച്ച്.